ഈ സമൂഹത്തോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ഈ ഭവനാന്തരീക്ഷത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം. ദീർഘവർഷങ്ങളിൽ ഈ ദേശത്തിന്റെ വെളിച്ചമായിരുന്നു പ്രിയ മാതാവ് ദിവസം ചേർക്കപ്പെടുകയുണ്ടായിരുന്നു. പതിക്കല് കുടുംബത്തിന്റെ മാത്രമല്ല, എന്റെ അറിവ് ശരിയെങ്കിൽ ഈ ദേശത്തിന്റെ തന്നെ വിളക്കായിരുന്നു. ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളൊക്കെ ഒക്കെ 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 തീർന്നിട്ട് കഷ്ടതകൾ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ പ്രിയ മാതാവ് മാറ്റപ്പെട്ടു. കഷ്ടതയില്ലാത്ത നാട്ടിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമുക്ക് സന്തോഷത്തിന് പ്രത്യാശയ്ക്ക് അതിൽ വകയുണ്ട്. എന്നാൽ വേർപാട് എല്ലാവർക്കും ദുഃഖമുള്ള ഒന്നാണ്. മാനുഷികമായിട്ട് വേർപാടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എന്തിന് ദിവസം ഇരുന്ന് വന്ന് പോകുന്ന ആളുകളെ യാത്ര അയക്കുക എന്ന് പറയുമ്പോൾ മാനുഷികമായ വശത്ത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ ദീർഘവർഷങ്ങൾ, കഴിഞ്ഞ 78 പരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച നല്ല സ്നേഹബന്ധങ്ങൾ, നല്ല അയൽബന്ധങ്ങൾ, സഭാബന്ധങ്ങൾ ഒക്കെ സൃഷ്ടിച്ചെടുത്ത പ്രിയ മാതാവിന്റെ ദേഹവിയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് മാനുഷിക വശത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ആൺമക്കളെ ദൈവം ദാനം ചെയ്തു. അവരവരുടെ മേഖലകളിൽ അവരവരായിരിക്കുന്നു. പെൺമക്കളെ ദൈവം ദാനം ചെയ്തു. അവരൊക്കെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്തൃവേലയിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് വളരെ ചാതുര്യാർത്ഥത്തോടുകൂടെ ഓർക്കുകയും ദൈവത്തിന് നന്ദി കൊടുക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. സാധാരണ നിലയിലുള്ള പുരുഷനല്ല, വളരെ ശക്തമായ നിലയിൽ അതിശക്തി ചെയ്യുന്ന പ്രിയപ്പെട്ടവര് ഈ കുടുംബത്തിന് ദൈവം, ഈ മാതാവിന് ദൈവം നൽകിയതിൽ നമുക്ക് സന്തോഷമില്ലേ? നമുക്ക് സന്തോഷമില്ലേ? ഈ മാതാവ് വളരെ പ്രത്യാശയുള്ള മാതാവായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ പ്രത്യാശയുടെ സൂചകമായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ പത്രോസ് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം കാണാൻ കഴിയും: ഇടയായ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അങ്ങനെ പറയുമ്പോൾ അതിന്റെ 6-ാം വാക്യം പറയുന്നു: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണായിരിക്കുകയും. ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ചലനം അറ്റ ഒരു ശരീരത്തോടു കൂടെയാണ് ഇപ്പോൾ നാം കാണുന്നത്. എന്നാൽ ചലനമുള്ള ശരീരത്തോടുകൂടെ ദ്രവത്വം ഹൃദയമായിട്ട് ചില മിനിറ്റുകളൊന്ന് ശ്രദ്ധിക്കണം. ചില മിനിറ്റുകൾ കൊണ്ട് ശുശ്രൂഷയുടെ അവസാനിപ്പിക്കും. ഒക്കെ വെക്കാനുള്ള ഒരു പെട്ടെന്ന് വെച്ചോളൂ. ഈ ലാസറിന്റെയും ചരിത്രം ബൈബിളില് അത് നമുക്കെല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, ഇവിടെ നിൽക്കുന്ന നമ്മളെല്ലാവരും, ഇവിടെ ആയിരിക്കുന്ന നമ്മളെല്ലാവരും, ഈ ഉച്ചഭാഷയിൽ കൂടെ ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ചരിത്ര ഭാഗമാണ്. അവിടെ ലാസർ എന്ന വ്യക്തിയെയും ധനവാൻ എന്ന മനുഷ്യനെയും കാണാൻ കഴിയും. എന്നാൽ ആ ധനവാൻ ലാസർ, അവരുടെ മരണം, ആ മരണത്തോടുള്ള ബന്ധത്തിൽ ലാസർ മരിച്ചു. ലാസർ എത്തേണ്ട ഇടത്തെത്തി. അബ്രഹാമിന്റെ മടിയിലേക്ക് ലാസർ നീങ്ങി. ധനവാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂലഭാഷയിൽ ഗ്രീക്കിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് അത് അതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: സമയമായപ്പോൾ ധനവാനും മരിച്ചു.
ലാസർ മരിച്ചു, അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അടക്കപ്പെടലിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നോ ലാസറിനെ കുഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അടക്കം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. എന്നാൽ ധനവാൻ സമയമായപ്പോൾ മരിച്ചു. ആ മനുഷ്യനെ വളരെ വളരെ അർഹിക്കുന്നതോ അതിൽ ഉപരിയായിട്ടുള്ള ആദരവോടുകൂടെ ബഹുമാന സൂചകമായിട്ട് അടക്കി. ഞാൻ പറയാൻ വരുന്ന വിഷയം, നമ്മുടെയൊക്കെ മരണത്തിന് തമ്പുരാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അത് ലാസറായാലും ദരിദ്രനായാലും മരിക്കും, ധനവാനായാലും മരിക്കും, സമ്പത്തുള്ളവനായാലും ഇല്ലാത്തവനായാലും മരിക്കും, ആരോഗ്യമുള്ളവനായാലും മരിക്കും, ആരോഗ്യമില്ലാത്തവനായാലും മരിക്കും, ആരായാലും മരിക്കും. കാരണം മരണം സാർവത്രികമാണ്. മരണം സാർവത്രികമാണ്. മരിക്കത്തില്ലെന്ന് ഒറ്റ മനുഷ്യനും പറയാൻ കഴിയില്ല. ഗ്രീസിന്റെ ചക്രവർത്തിയായിരുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി നല്ല യൗവനത്തിലാണ് ലോകത്തോട് യാത്ര പറഞ്ഞത്. ആ നല്ല യൗവനത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ, യാത്ര പറയുന്നതിന് മുൻപ് തന്റെ സേനാധിപനെയൊക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ പോകുക കേട്ടോ, ഞാൻ പോകുക. ഞാന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്റെ 33 വയസ്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ, എന്തെല്ലാം വെട്ടിപ്പിടിക്കാമോ അതൊക്കെ ഞാൻ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഒന്നും കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ഒത്തിരി വെട്ടിപ്പിടിച്ചു, പക്ഷെ എനിക്കൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്റെ ശവമഞ്ചമൊക്കെ ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ, ശവപ്പെട്ടി ഉണ്ടാക്കുമ്പോഴേ എന്റെ കൈകളെല്ലാം അവിടെ കെട്ടിവെക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ശവപ്പെട്ടിയുടെ 2 ഭാഗത്തും 2 ദ്വാരം ഇട്ടതിനു ശേഷം എന്റെ 2 കരങ്ങളും 2 ഭാഗത്തേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞെന്നാ പറയുന്നേ, ഞാനിവിടെ ഒന്നും കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ, ഒന്ന് പാടിയാൽ നമുക്ക് പാടാൻ കഴിയും. നഗ്നനായി ഞാൻ ഈ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, നഗ്നനായി ഞാൻ ഈ ലോകത്തിൽ വന്നു, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എന്റെ കൂടങ്ങു പോരുവാൻ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എന്റെ കൂടങ്ങു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ എനിക്ക് ഒന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് കരങ്ങൾ വെളിയിലോട്ടിട്ടിട്ട് ആ കരങ്ങൾ വിളിച്ചു പറയും, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, എന്റെ പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിലൂടെ വന്നു ചേർന്നിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, യൗവനക്കാരെ, നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ ലോകത്ത് നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. എപ്പോഴാ മരിക്കുന്നെന്ന് അറിയത്തില്ല. മരണം അതിങ്ങനെ നമ്മളൊക്കെ ക്യൂ നിൽക്കുക. ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല, പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം, നമ്മൾ മരിക്കുമ്പോഴേ എന്റെ പ്രിയ അമ്മച്ചി, എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഭൂമിയിലെ വിശുദ്ധന്മാരോ, ഞാൻ ഒരല്പം ഭൂമിയിലെ വിശുദ്ധകളോ അവർ ദൈവത്തിന്റെ പ്രസാദമുള്ള ശ്രേഷ്ഠത. ഈ പ്രിയ മാതാവ് ഒത്തിരി 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 വേദന അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ പതിക്കൽ ദേശത്ത് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള ഈ മാതാവിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു, മരണത്തിന് ഒരു സമയമുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് മരിച്ച വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ മരിച്ച വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യുന്ന, ഉയർത്തെഴുന്നേൽക്കുന്ന ആ പ്രത്യേക ദിനത്തിൽ കഴിഞ്ഞ 78 പരം വർഷം ഈ ഭൂമിയിൽ ജീവിച്ച, ജീവിതത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയാവുന്ന കാലത്ത് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച, കർത്താവിന്റെ കൽപ്പന പ്രകാരം വിശ്വാസ സ്നാനം സ്വീകരിച്ച, പരിശുദ്ധാത്മ ശക്തിയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച എന്റെ ഈ പ്രിയ മാതാവും പുനരുത്ഥാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിനം ഉണ്ടെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. ആ തിരുവെഴുത്ത് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ഇനി ആ പറഞ്ഞ വാചകത്തിലേക്ക് മടങ്ങി വരട്ടെ. സമയം ആയപ്പോ ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. നോക്കിയപ്പോഴ് യാതനാ സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് നോക്കിയപ്പോഴ് തന്റെ വീടിന്റെ പടിപ്പുര അടുക്കല്
വ്രണം നിറഞ്ഞവനായി പട്ടികൾ